ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ല കുറച്ച് മാസങ്ങളായി തന്നെ ശബരിമല അയ്യപ്പൻ പിണറായി വിജയനെ കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും. അത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആരംഭിച്ച മുതലുണ്ടായിട്ടുള്ള ഇഷ്യൂ തുടങ്ങി ഇങ്ങോട്ട് അയ്യപ്പ സംഗമം വരെയുള്ള ഇഷ്യൂവും ഇപ്പോൾ വീണ്ടും അതേപോലെ സുപ്രീം കോടതിയിൽ ഈ സ്ത്രീകളെ കയറ്റാനുള്ള ആ ഹർജികൾ പരിഗണിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശരിക്കും പിണറായി വിജയൻ ഇപ്പം നേരിടുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം ഈ ഏറ്റവും ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ അയ്യപ്പ സംഗമത്തിൽ 7.11 കോടി രൂപയുടെ ഒരാളുകളുടെ ജി എസ് ടി ഇൻവോയ്സാണ് ഉള്ളത്. അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ടിലാവട്ടെ അത് 6.32 കോടി രൂപയാണ്. ദേവസ്വം കമ്മീഷണർ കണക്ക് 4.5 കോടി രൂപയാണ് അവിടെ ഈ അയ്യപ്പ സംഗമം നടത്താൻ വന്ന ചെലവ് എന്നാണ് പറയുന്നത്. 2 കോടി രൂപയുടെ ഇതുവരെ കണക്ക് കാണാനില്ല എന്നും പറയുന്നുണ്ട്. എൻ്റെ ആക്ച്വലി എന്താണ് നടക്കുന്നത്? ശരിക്കും ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പട പേടിച്ച് പന്തളത്തി എന്നപ്പം പന്തവും കൊളുത്തി പട അവിടെ നിൽക്കുന്നു എന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം, പിണറായി വിജയൻ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തി. ഇപ്പൊ അയ്യപ്പ സംഗമം തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട്, പ്രതിസന്ധിയായിട്ട് പിണറായി വിജയന്റെ മേലേക്ക് പതിച്ചിരിക്കുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ശബരിമലയിൽ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി എന്തൊക്കെയോ ആസൂത്രണങ്ങൾ നടത്തിയ പിണറായി വിജയൻ ആ അയ്യപ്പ സംഗമം അദ്ദേഹത്തിന് ഒരു പുതിയ തലവേദനയും പുതിയ പ്രതിസന്ധിയും, യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ഒരു അഴിമതി ആരോപണവുമായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും അങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയിലാണ് കേരള മുഖ്യമന്ത്രി ഇപ്പോഴും. കാരണം ശബരിമല അദ്ദേഹത്തിനെ കൊണ്ടേ പോകൂ എന്നുള്ള കണ്ടകൻ കൊണ്ടേ പോകൂ എന്നുള്ള പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും. ശബരിമല വിഷയം അദ്ദേഹത്തിനെയും കൊണ്ടേ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോഴും ഈ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട്, പക്ഷെ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനത്തെ തൊണ്ടി മുതൽ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ പ്രധാന പ്രതിയായ പോറ്റി വെളിയിലായാലും വാസു വെളിയിലിറങ്ങിയല്ലോ. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്തായി അതിന്റെ സ്ഥിതി? അങ്ങനെ പരാതി തൊണ്ടി മുതൽ കണ്ടെടുക്കണം. 2 നമ്മുടെ മല്യ കൊണ്ടുപോയ 9 താഴിക്കുടങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോ ഈ അവസരത്തിൽ ഇതിൽ നിന്നൊരു ചെറിയ പുറത്തോട്ടൊന്ന് പോവുകയാണെങ്കിൽ കൂടി ഞാൻ അതുകൂടെ ഇത് പ്രസക്തമാണ്. അതുകൊണ്ട് താഴികക്കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പറയുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ഈ പത്തനംതിട്ട ജില്ലയിലെ ആലപ്പുഴ ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള പല ക്ഷേത്രങ്ങളിലെയും താഴികക്കുടങ്ങൾ മോഷണം പോവുകയായി. അന്ന് ഈ താഴികക്കുടങ്ങളിലുള്ള ഇറഡിയം എടുക്കാൻ വേണ്ടിയിട്ട്, കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു അന്താരാഷ്ട്ര സംഘം അതിന്റെ പിന്നിൽ ഉണ്ടെന്നൊക്കെയുള്ള ആരോപണം. ഇറീഡിയം എന്നുള്ള മെറ്റീരിയൽ അല്ല, ഇറീഡിയം പവർ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ എനർജി ഉള്ള കോപ്പർ പാത്രങ്ങൾ, താഴിക്കുടങ്ങൾ. എന്തോ അപ്പൊ അങ്ങനെ ഒരു വാർത്ത ആ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലുതായിട്ട് വാർത്ത വന്നിട്ട്. പക്ഷെ അത് കേരളം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മൊത്തം അതൊരു വലിയ ഫ്രണ്ട് പേജ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു 2 ജില്ലകളിലുള്ള പത്രങ്ങളുടെ പ്രാദേശിക പേജുകൾ മുഴുവൻ ഈ വാർത്തകളായി. അതെ, ഹരിപ്പാടുള്ള സംഭവം. ചെങ്ങന്നൂരിനടുത്ത് ഹരിപ്പാട്, ചെങ്ങന്നൂര്, അതിനടുത്ത് ചെറിയനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പ്രദേശത്തൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വലിയ ക്ഷേത്രങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ പൗരാണിക വസ്തുക്കൾ വളരെ കുറവാണ്. കാരണം 1950-ലെ അഗ്നിബാധയെ തുടർന്ന് അവിടുത്തെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു. പിന്നീട് പണിഞ്ഞതാണ്. വിഗ്രഹം പോലും 50-കൾക്ക് ശേഷം ഉണ്ടാക്കിയ വിഗ്രഹമാണ് ശബരിമലയിൽ. പക്ഷെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയല്ല. അവിടെയൊക്കെ വളരെ പൗരാണികമായ ക്ഷേത്രങ്ങൾ, ആ പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പുരാവസ്തുക്കൾ എന്ന നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെയുള്ള
ക്ഷേത്രങ്ങളാണ്. ആൻറ്റിക്കുകളുണ്ട്, അതുകൊണ്ട് ആഭരണങ്ങളുണ്ട്, സ്വർണ്ണ ഉരുപ്പടികളുണ്ട്, രത്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ താഴീക്കുടങ്ങൾ അത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചൊരു കാര്യം, 10-200 വർഷങ്ങളൊക്കെ ഉള്ള പഴക്കമുള്ള പഴയ കോപ്പറിലുള്ള ഈ താഴീക്കുടങ്ങളിൽ ആ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു പ്രത്യേക കെമിക്കൽ രൂപപ്പെടുകയും അതിൽ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ അതിൽ പവർ അതിനകത്ത് സഖീത് ഉണ്ടാവുകയും ആ പവറാണ്, മൾട്ടിപ്പിൾ എനർജിയാണ്, കോടാനുകോടി രൂപയ്ക്ക് വിദേശത്തൊക്കെ മാർക്കറ്റിൽ വാല്യൂ ഉള്ള സാധനം. അതാണ് ഇവരുടെ ടാർഗറ്റ് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊന്നും തന്നെ ഈ മോഷണം പോയ വസ്തുക്കൾക്കൊക്കെ തന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും ഉം, നമുക്ക് ഇന്ന് അറിഞ്ഞുകൂടാ. ഉം, ഉം, ഒരുപക്ഷെ ആ മോഷണ വസ്തുക്കള് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉം, ഇത് സംബന്ധിച്ചെടുത്ത കേസുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? പലപ്പോഴും പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇറഡിയം എന്ന ലോഹത്തിന് അങ്ങനെ ഒരു പിന്നെ പ്രത്യേകതയൊന്നും ഇല്ലെന്നും ഇതിന് അങ്ങനെ ഒരു ലോഹം അല്ല എന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള ഉം. ചില പിന്നെ റിപ്പോർട്ടുകളാണ് അല്ല, അത് പിന്നീട് സത്യമാണ്. വന്നത്. ഇറീഡിയം പക്ഷേ എന്നുള്ള സംഭവം അത് സത്യമാണ്. ഇറിഡിയം എന്നുള്ള ലോഹത്തിന് വലിയ പക്ഷെ വിലയൊന്നുമില്ല. കേസിന് എന്ത് സംഭവിച്ചു? ഉം, ഉം, ആ ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഉം, നമുക്കിന്നും ഒരു വിവരമില്ല. ഉം. അപ്പം അപ്പൊ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോഴാണ് ഈ ശബരിമല ഉം. വീണ്ടും ഇപ്പൊ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ശബരിമലയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോ ഇവിടെ നിരന്തരമായിട്ട് ഈ ശബരിമല ക്ഷേത്രം ഒരു കറവപ്പശു പോലെ, അതായത് പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്തൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ധവളപത്രം തന്നെ പുറത്തിറക്കേണ്ട ഉം, ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉം, കാരണം ഈ പിന്നെ എന്നോട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരുണ്ട്. ഞാന് ഉം, 2000 തുടക്കത്തിൽ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ലേഖകനായിരുന്നു. ഉം, ഉം, പിന്നീടാണ് ഞാൻ അവിടുന്ന് ഹിന്ദുവിലേക്ക് മാറുന്നത്. ഉം, അപ്പോ ആ കാലത്തിന് മുമ്പ് തന്നെ ശബരിമല റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഉം, ഉം, 25-30 കൊല്ലം അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്ന ഒരു കാര്യം, ഉം, ഈ ശബരിമലയിലെ പിന്നെ കൊടിമരം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ, അതിന്റെ പുനരുദ്ധാരണം, അല്ലെങ്കിൽ ക്ഷേത്ര പുനരുദ്ധാരണം, അല്ലെങ്കിൽ ശബരിമലയിൽ ചോർച്ച നടക്കുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ ഓരോ ദേവസ്വം ബോർഡ് പുതുതായിട്ട് അംഗങ്ങൾ വരുമ്പം അവിടെ തുടങ്ങും. ഈ എൻ്റെ ഇടയിൽ ഒരു കാരണം കാര്യം ഈ 2000 അവിടുത്തെ ചോദിച്ചോ? അരവണപ്പായസ നിർമ്മാണത്തിലെ അഴിമതി ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. എനിക്കെതിരെ കേസും ഫയൽ ചെയ്തിരുന്നു VS അച്യുതാനന്ദനും അതേപോലെ VGK മേനോനും, അന്നത്തെ ബോർഡ് ചെയർമാൻ, പ്രസിഡന്റ്. അത് ശരി. ഞാൻ അതിൽ അത് നേരിട്ട് പിന്നെ എന്തായി? എന്നിട്ട് പിന്നെ VS അച്യുതാനന്ദൻ അവസാനം ഞാൻ ഡോക്യുമെന്റ് എല്ലാം ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ കേസ് പിൻവലിച്ചു. VGK മേനോനായിട്ടുള്ള കേസിൽ ഞാൻ വിജയിച്ചു. അതിൽ അഴിമതി നടന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിസ്തരിച്ച് കേസിൽ വിജയിച്ചു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി കോടതി തീർച്ചയായിട്ടും പറഞ്ഞത്, അതൊരു വലിയ പറഞ്ഞോട്ടെ. കോടതി പറഞ്ഞത് അതിൽ കോടതി ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഴിമതി നടന്നു. അതായത് അന്ന് ഒറ്റയ്ക്കായിരുന്നു VGK മേനോൻ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഒറ്റയ്ക്ക് പറഞ്ഞാൽ 3 മെമ്പർമാരാണ് ഉണ്ടാവുക. അതിൽ 2 മെമ്പർമാരുടെ അംഗീകാരം ഉണ്ടെങ്കിലേ ഇങ്ങനെ പഞ്ചമി പാക്കേജിന് ഇങ്ങനെ അരവണ പായസ നിർമ്മാണം പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഒറ്റയ്ക്കാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. ഏകദേശം 200 കോടിയുടെ അഴിമതിയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി 300 കോടി രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ. അത് ശരി. അപ്പം പക്ഷെ ബോർഡ് ഇത് എങ്ങനെ തിരിച്ചടയ്ക്കും? അത് വേറെ. പിന്നെ വേറൊരു കാര്യം, ആ കാലഘട്ടത്തിലാണ് വിജയ് മല്യ ഇവിടെയുള്ള ഈ ഇതുണ്ടല്ലോ താഴിക്കുടങ്ങൾക്ക് പവർ ഉണ്ടെന്നും അവിടെ ഈ പക്ഷികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പം ചത്തു വീഴുന്നുണ്ടെന്നും ഈ റൈസ് ധാന്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കരമായി അട്രാക്റ്റ് ചെയ്യുന്നെന്നും അത് പൊടിഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ കൃത്യമായി പഠിച്ചിട്ട് അദ്ദേഹം സ്വർണം ഏകദേശം 3 കോടി റുപ്യേൻ്റെ എത്രയേ സ്വർണം വരുന്നുള്ളൂ. 3 കോടി റുപ്യേൻ്റെ സ്വർണം പൂശി 30 ലക്ഷം കോടിയുടെ താഴിക്കുടങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അതിന് ആ സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ശബരിമല പൂർണ്ണമായി വിട്ടുകിട്ടിയാൽ മാത്രമേ അവർക്ക് സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നത് അഴിച്ചെടുക്കാനേ കഴിയുള്ളൂ. അത് വിദഗ്ധമായിട്ട് അഴിച്ചെടുത്തു. അതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം എൻ്റെ പരാതിയിൽ. ഇതാണ് അതിന് ശബരിമലയിൽ മറുപടി എന്തെങ്കിലും തന്നിട്ടുണ്ടോ അവർ? ഇല്ല, എന്നെ വിളിപ്പിച്ചിട്ടില്ല ഇതിനായിട്ട്. ഞാൻ ഹൈക്കോടതി മൂവിയാണ്. ഇത് ഇതുവരെ വന്ന കൊള്ളയുടെ അന്ന് പിണറായി വിജയന് 2 കോടി ഉറുപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അന്ന് വിവരം കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ ഇന്ന് പാർട്ടി സെക്രട്ടറിയാണ്. പ്ലസ് വിജിക്ക് അല്ല, ഈ കൊടുത്തിട്ടുണ്ട്. ശബരിമലയുടെ ചരിത്രത്തിൽ ഉം. അവിടെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് വെറും അഴിമതിയുടെ ഒരു ചരിത്രം മാത്രമാണ് അവിടെ നടക്കുന്നത്. അതെ 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 അതെ. അവിടെ പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ പിന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞത് അങ്ങ് വർഷങ്ങളായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയില് അതെ. ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ, ഉം. ഏറ്റവും ഒടുവിൽ പോലും ഇതിനെയൊക്കെ വെള്ളപൂശാനായിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഘം, ഉം. ആ അയ്യപ്പ സംഗമം അവസാനിച്ചിരിക്കുന്ന മറ്റൊരു അഴിമതിയിലാണ്. ഉം. ഉം. മറ്റൊരു വലിയ അഴിമതി, ഈ പറയുന്ന 1 കോടി രൂപയുടെ വ്യത്യാസം സ്പോൺസറെ കണ്ടിട്ടില്ല. എന്താ സ്പോൺസർ ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇത് നടത്തിയത്? സ്വാഭാവികമായിട്ടും അതൊരു വല്ലാത്ത ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. കാരണം ഈ ഒരു അഴിമതി അവിടെ നടന്ന് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഴിമതി നടത്താൻ, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമുക്ക് അല്ല ഇത് എന്തുകൊണ്ടാണ് ഈ അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് കണ്ടെത്തിയ ഒരു സംഭവത്തിൽ കണ്ടെത്തിയ തെളിവിലൂടെയാണ് ഇത് അന്വേഷണം പോയത്. ആ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പം ഈ സംഭവം പിണറായി വിജയനോ അതേപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കാണ് ശരിക്കും വന്നിരിക്കുന്നത്. ശരി തന്നെയല്ലേ? തീർച്ചയായിട്ടും 100%. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഈ അയ്യപ്പ സംഗമം എന്ന വിഷയത്തില് ഇനിയിപ്പോ ആരെയെങ്കിലും കൊണ്ട് 1 കോടി രൂപ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യിച്ചാലും അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ അല്ലാതെ ആകുമോ? ഞാൻ മനസ്സിലാക്കുന്ന 2 കോടി രൂപയാണ് തിരിച്ച് കിട്ടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 3 കോടി രൂപ ചെലവാക്കി എന്ന് ചെലവാക്കിയത് പോലും ഇങ്ങനെ കട്ടിൽ മേടിച്ചതും 1 ലക്ഷം രൂപയുടെ പിണറായി വിജയന് കട്ടിൽ, 1 ലക്ഷം കിടക്ക, ഇത് ഒരു ദിവസത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചോ, ഭക്ഷണം, പിന്നെ ഇവിടെ കുമരകത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യം, എന്ത് വിചിത്രമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം അയ്യപ്പൻ്റെ അടുത്തേക്ക് കല്ലും മുള്ളും ചവിട്ടി അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അയ്യപ്പന്മാർ. ഇവിടെ താമസിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത, അതായത് പിന്നെ അഴിമതി നടത്താൻ ഒരു കാരണം കണ്ടുപിടിച്ചു. അതായിരുന്നു അയ്യപ്പ സംഗമം എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില മാധ്യമങ്ങളിൽ കാണുന്നു 11 കോടി രൂപ മൊത്തത്തിൽ ചെലവായിന്ന്, ചിലടത്ത് കാണുന്നു 7 കോടി, ചിലത് 5 തൊട്ട് 4, 3. ഇതിൽ ഏതാണ് കണക്ക്? ഞാൻ തൽക്കാലം അക്കാര്യത്തിൽ 10 കോടിയുടെ 15 കോടിയുടെ ഒക്കെ കണക്ക് വരുന്നുണ്ട്. എന്തായാലും ഒരു 10 കോടി എന്തായാലും ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളത് ഉറപ്പാണ്. ഈ വിഷയത്തില് ഇവിടെ അവിടെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ ഒക്കെ വലിയ അഴിമതി അവിടെ നടക്കുന്നുണ്ട്. അതായത് ശബരിമലയിലെ നടവരവ്, അവിടെ ഓരോ വർഷവും അവിടെ സമർപ്പിക്കപ്പെടുന്ന പിന്നെ സ്വർണം അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ അവിടെ പിന്നെ ദേവന് കൊടുക്കുന്നു. അത്തരം വസ്തുക്കളുടെ ഒക്കെ തന്നെ അവിടുത്തെ ആ വരവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമാണെന്നാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നത്. അതായത് ശബരിമലയിലെ ഈ അവിടുത്തെ സ്ഥാവര വസ്തുക്കളിൽ മാത്രമല്ല, അവിടെ കിട്ടുന്ന സംഭാവനകൾ തന്നെ ഭൂരിപക്ഷം അടിച്ചു മാറ്റുക. ഇത് അന്വേഷണം അതിന്റെ ഒരു യഥാർത്ഥ രീതിയിലേക്ക് ചെന്നെത്തിയാൽ ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള ആ ഒരു പഴയ പ്രയോഗം അത് സാർത്ഥകമായി തീരും. അതായത് അവിടെയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ജയിലിലേക്ക് പോകേണ്ടവരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണെന്ന് മാധ്യമപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, ശബരിമല പിണറായി ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം എന്ന ഒരു വിഷയം ഇലക്ഷനോടനുബന്ധിച്ച് വീണ്ടും സുപ്രീം കോടതിയുടെ ഹിയറിങ്ങിന് വരുമ്പോൾ
പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ബൂമറാങ് പോലെ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്തുക. ഉം. അതാണ് എനിക്ക് തോന്നുന്നത്. ഉം. കാരണം ഒരു സുപ്രീം കാര്യം കോടതി ഈ വിഷയത്തിൽ പറഞ്ഞോളൂ. അല്ല ചോദിച്ചിട്ട് അതായത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ലാവ്ലിംഗ് കേസ്, ഞാൻ ചോര നീരാക്കി ഫൈറ്റ് ചെയ്ത ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ കരിമണൽ കടത്തയുമായിട്ടുള്ള ഇടപാടുകൾ മകളൊക്കെ ഇൻവോൾവ് ചെയ്ത കേസ്, അതേപോലെ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് യാതൊരു പോറലുമില്ലാതെ നിൽക്കുമ്പോഴാണ് ശബരിമല അയ്യപ്പൻ തന്നെ പണിയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇലക്ഷൻ്റെ മൂർധന്യാവസ്ഥയിലാണ് കൃത്യമായി പണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ ഹിയറിങ്ങിന് വിഷയം എത്തുമ്പോൾ പിണറായി വിജയൻ ഇതിൽ വ്യക്തമായ അഭിപ്രായം പറയേണ്ടവർ. ഇതിൽ നിന്ന് സാധാരണ അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ ഒഴിഞ്ഞു മാറുകയും കടകം മറിയുകയും ഒന്നും ചെയ്ത് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന് പുറത്തു പറയേണ്ടി വരും. ഈ നിലപാടുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളുണ്ടല്ലോ, NSS, SNDP ഒക്കെ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ അവരുടെയൊക്കെ പിന്തുണ നേടിയെടുക്കാൻ പിണറായി വിജയന് സാധിച്ചു. പക്ഷേ എൻ്റെ വിലയിരുത്തലിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ വരുമ്പോൾ ആ നിലപാടുകളിലെ വൈരുദ്ധ്യം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള അദ്ദേഹത്തിനെ തൽക്കാലത്തേക്കെങ്കിലും പിന്തുണയ്ക്കുന്ന, രാഷ്ട്രീയ പിന്തുണ നൽകുന്ന പലരും അദ്ദേഹത്തിനെ കൈയൊഴി. കാരണം മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ പല ആൾക്കാരും നോക്കിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പല ആൾക്കാരും അങ്ങനെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒന്നും അങ്ങനെ വ്യക്തികൾക്ക് തമ്മിൽ സ്നേഹമൊന്നുമില്ല. വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വിഷയങ്ങളിൽ അവർക്ക് യോജിക്കാൻ പറ്റാത്ത നിലപാടുകൾ പിണറായി സർക്കാരിന് സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിണറായി സർക്കാർ സ്വയം പരിഹാസ്യമാണ്. ഇതുവരെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം അല്ല, എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം എന്നുള്ള പിണറായി സർക്കാരിൻ്റെ ആ ഒരു നയം തിരുത്താൻ പിണറായി തീരുമാനിച്ചാൽ അതുവരെ അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് നഷ്ടപ്പെടും. അങ്ങനെ തിരുത്തിയില്ലെങ്കിലും ഇപ്പൊ പുതുതായിട്ട് പിന്തുണയ്ക്കാനായിട്ട് വന്ന പുത്തനച്ചികള് അദ്ദേഹത്തിനെ ഇട്ടിട്ട് പോകും. എന്തായാലും കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാം എന്നുള്ള പിണറായി വിജയന്റെ ആഗ്രഹം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തട്ടി ആ ആഗ്രഹം തവിടുപൊടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല അദ്ദേഹത്തിനെ തിരിഞ്ഞുകുത്തും. അദ്ദേഹം ശബരിമലയിൽ തന്നെ തുടങ്ങി ശബരിമലയുടെ ഇതിൽ തന്നെ ഈ സർക്കാരിന്റെ ഒരു അവസാനം ഉണ്ടാകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ അഭ്യാസങ്ങൾ ആയിരിക്കും കാണിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.